സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു സഹാബി, മുസ്ലിമായി, നേതാവാണ്, അൻസാറുകളുടെ നേതാവാണ് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു. മുസ്ലിമായി ഖന്തഖ് യുദ്ധത്തിൽ അദ്ദേഹത്തിനൊരു അമ്പുണ്ട്. ഖന്തഖ് യുദ്ധം ശരിക്കും നടന്നിട്ടില്ല, ശത്രുക്കൾ തിരിച്ചു പോയല്ലോ. ഒരമ്പ് കൊണ്ടു അദ്ദേഹത്തെ പള്ളിയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കിടത്തി. ഒരു മാസത്തിന് ശേഷം അദ്ദേഹം ഷഹീദായി. ഒരു മാസം പള്ളിയിൽ കിടന്നിട്ടുണ്ട് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു. ഒരു മാസത്തിന് ശേഷമാണ് ഷഹീദാകുന്നത്. അദ്ദേഹം മുസ്ലിം ആയത് 30-ാമത്തെ വയസ്സിലാണ്, മരണപ്പെടുന്നതോ 35-ാമത്തെ വയസ്സിൽ. ആകെ ജീവിച്ചത് 5 വർഷമാണ് മുസ്ലിമായിട്ട് ഈ ഭൂമി ലോകത്ത് അദ്ദേഹം ജീവിച്ചത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അദ്ദേഹം മരിച്ച രാത്രി ഒരു മലക്ക് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ സഹാബാക്കളിൽ ഇന്നലെ രാത്രി ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജനാസയിൽ 70,000 മലക്കുകൾ പങ്കെടുത്തിട്ടുണ്ട്. 5 വർഷം ജീവിച്ച ആൾ കഥയാണ് പറയുന്നത്. 70,000 മലക്കുകൾ അദ്ദേഹത്തിൻ്റെ ജനാസയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇഹ്തസ്സ ലിമൗതിഹി അർശുർ റഹ്മാൻ, അള്ളാഹുവിൻ്റെ അർശ് ഒന്ന് അനങ്ങിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മരണ കാരണം. പണ്ഡിതന്മാർ പറയാണ്, അദ്ദേഹത്തിന് ആ നഫ്സിനെ സ്വീകരിക്കുന്ന സന്തോഷത്താലാണ് അള്ളാഹുവിൻ്റെ അർശ് ഒന്ന് അനങ്ങിയത്. 5 വർഷം കൊണ്ടാണ് ആ സ്ഥാനം നേടിയെടുത്തത്. അദ്ദേഹത്തിൻ്റെ മരണശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് നല്ല പട്ടിൻ്റെ വസ്ത്രം കൊണ്ടുവന്നു. റസൂൽ അതെടുത്തു, സഹാബാക്കൾക്ക് നേരെ ഉയർത്തി കാണിച്ചു. എന്ത് പറഞ്ഞു? ല മനാദീലു സഅദിൻ ഫിൽ ജന്നതി അഹ്സനു മിൻ ഹാദാ. സഅദ് ബിൻ മുആദിൻ നാളെ സ്വർഗ്ഗത്തിൽ കിട്ടുന്ന തുവാല ഇതിനേക്കാൾ മികച്ചതാണ്. സഹാബത്തിനെ പഠിപ്പിച്ചതാണ്. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു സഹാബി പറയാണ്, സഅദ് ബിൻ മുആദ് മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഖബർ കുഴിക്കുന്നതിൽ ഞാനുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ഖബർ കുഴിക്കുകയാണ്. നമ്മൾ ഓരോ കോര് മണ്ണെടുക്കുമ്പോഴും ഖബറിൻ്റെ കുഴി ആഴം കൂടും തോറും അതിൽ നിന്ന് നല്ല കസ്തൂരിയുടെ മണം നമുക്ക് അനുഭവിക്കുമായിരുന്നു. സഹിഹായ ഹദീസാണ്. ആ മയ്യത്ത് ഖബറിലേക്ക് എത്തിയിട്ടില്ല, അപ്പോഴേക്കും ഖബർ കസ്തൂരിയുടെ മണം പൂശാൻ തുടങ്ങി. 5 വർഷം കൊണ്ട് ആ സഹാബി ബാക്കിയാക്കിയതാണ്. ഒന്ന് ആലോചിച്ച് നോക്കി നമ്മുടെ അവസ്ഥ. ഇത്രയും വർഷം ജീവിച്ചിട്ട് എന്ത് ചെയ്തു, അള്ളാഹിൻ്റെ ദീനിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ നമുക്ക് പറയാനൊന്നുമില്ല. മറ്റുള്ളവർ പറയാനല്ല, സ്വന്തത്തിനോട് പറയാൻ തന്നെ ഒന്നുമില്ല. നമ്മൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ട് നിസ്കരിച്ചിട്ടുണ്ട്, മറ്റുള്ള വിഭാഗത്തിലൊക്കെ സ്വന്തത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. അള്ളാഹിൻ്റെ ദീനിന് വേണ്ടി എന്ത് പണിയെടുത്തു എന്ന് ചോദിച്ചാൽ പ്രിയമുള്ളവരെ പറയാൻ എന്തില്ലെങ്കിൽ അത് വലിയ നഷ്ടമാണ്. എല്ലാവർക്കും ആരോഗ്യമുണ്ട്, അള്ളാഹു നൽകിയ രീതിയിൽ നല്ല രീതിയിൽ ദുനിയാവ് നൽകിയിട്ടുണ്ട്, പണിയെടുത്തു ആഖിറത്തിന് വേണ്ടിയിട്ട്. അള്ളാഹിൻ്റെ ദീനിന് വേണ്ടി പണിയെടുത്താൽ അത് ബാക്കിയാവും, മറ്റെല്ലാ മരണത്തോടെ അവസാനിക്കും, അത് മാത്രമേ ബാക്കിയാവും.